വയനാട്ടിൽ മത്സരം കടുപ്പിക്കാൻ CPI ഇത്തവണ CPIയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആനി രാജ ഇന്ന് തന്നെ പ്രചരണം ആരംഭിക്കുകയാണ്. എന്താണ് വയനാട്ടിലെ ഒരു വിജയപ്രതീക്ഷ ഈ ഘട്ടത്തിൽ? വയനാട്ടിലെ മാത്രമല്ല കേരളത്തിലെ 20 സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും ഒരു കടുത്ത മത്സരമുണ്ടാവും. ആ മത്സരത്തിനൊടുവിൽ വിജയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ പ്രചരണം ആരംഭിക്കുന്ന ഈ തുടക്കത്തിൽ എന്തായാലും പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു മണ്ഡലം മാത്രമല്ല, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരേണ്ടത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന്, അതിനായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ സധൈര്യം നിൽക്കുന്നതിന്, ചങ്കുറ്റത്തോടെ നിൽക്കുന്നതിന് ഈ 20 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും വിജയിച്ചു വരേണ്ടതുണ്ട്. അതിലൊരാൾ ഞാനാണ് എന്നുള്ളത്, മത്സരിക്കുന്നത് ഞാനാണ് എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന കാര്യമാണ്. എന്തായാലും ഈ ഇന്ത്യ മുന്നണിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട, കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ രാജ്യത്തെയും മതനിരപേക്ഷ ശക്തികളുടെ എല്ലാം ഒരു പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം കൂടിയായിരുന്നു വയനാട്. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണി, CPIയും അതുപോലെ തന്നെ മറ്റ് ഇടത് പാർട്ടികളും കോൺഗ്രസും മറ്റ് BJP വിരുദ്ധ ശക്തികളെല്ലാം ചേർന്നുകൊണ്ടുള്ളൊരു ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നു. അപ്പോൾ ആ ഇന്ത്യ മുന്നണിയിൽ തന്നെ രണ്ട് കക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച വയനാട്ടിലുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയോ അല്ലെങ്കിൽ പ്രചരണ രംഗത്തൊക്കെ അതൊരു ചർച്ചാ വിഷയമാകുന്ന ഒരു ഘട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടാനാണ് ഇപ്പോൾ CPI ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയവും അതിൻ്റെ നിലപാടും, ജനപക്ഷ നിലപാടും, ആ നിലപാടും രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനാകുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഈ രാഹുൽ ഗാന്ധിയൊക്കെ മത്സരിക്കാൻ ഇപ്പോൾ എന്തായാലും ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നില്ല, മറ്റ് മണ്ഡലങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യമാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ, കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് CPI, അപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകും എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ? അല്ല, അത് ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നു, ഇത് ഇങ്ങനെ പല ചർച്ചകളും കേൾക്കുന്നു, രാഹുൽ ഗാന്ധി മറ്റെവിടെ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പോകുമെന്നുള്ള ചർച്ചകൾ കേൾക്കുന്നു. അപ്പോൾ വരട്ടെ, തീരുമാനമാവട്ടെ. കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് അവരുടെ അവകാശമാണ്. അത് അവർ ആ പൂർണ്ണ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തട്ടെ. അത് വന്നു കഴിയുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാം. അല്ല, എന്തായാലും അങ്ങനെ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മത്സരം പറയുന്നത്, അങ്ങനെ നടക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രവുമല്ല, വരട്ടെ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. UDFൻ്റെ സ്ഥാനാർത്ഥി, കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിലാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്, പോരാട്ടം നടക്കുന്നത്, തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ UDFൻ്റെ സ്ഥാനാർത്ഥി ആരെ എന്നുള്ള പ്രഖ്യാപനം വരട്ടെ. പ്രഖ്യാപനം വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അതല്ലാതെ ഇപ്പോൾ ഇങ്ങനെ വേറെ ഏതോ മണ്ഡലം കേൾക്കുന്നു വന്നാൽ അങ്ങനെയുള്ള ഒരു അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിച്ചിട്ട് അതൊരു ഒരു നിരർത്ഥകമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. BJPക്കെതിരെ മത്സരിക്കുന്നതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ള കാര്യം. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പാർട്ടി തീരുമാനിക്കേണ്ട. ഞങ്ങൾ മത്സരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ RSS BJP ഫാസിസ ശക്തികളെ, ആ ശക്തികൾ ഈ രാജ്യത്തെ ജനങ്ങളെ ദുരന്തത്തിലേക്ക് നയിക്കുകയാണ്. ഈ രാജ്യത്ത് ഇന്ന് ആളുകൾ ദുരന്ത മുഖത്ത് നിൽക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഈ രാജ്യത്തെയും ജനങ്ങളെയും ഈ RSS BJP ഫാസിസ്റ്റ് ശക്തികളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള വലിയൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചുമലിലുള്ളത്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. വയനാടിൻ്റെ ഒരു പ്രത്യേകമായി പരിശോധിച്ച് കഴിഞ്ഞാൽ വന്യജീവി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ തൊട്ടടുത്ത ആഴ്ചകളിൽ പോലും ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യാതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും വയനാട്ടിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് പല ജില്ലകളിലും ഈ വിഷയമുണ്ട്. പക്ഷേ വയനാട്ടിൽ അടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുള്ള വന്യജീവി ആക്രമണത്താൽ, പ്രത്യേകിച്ച് ആനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട
നിരവധി കുടുംബങ്ങൾ ആളുകളുണ്ട് അവിടെ, ആ കുടുംബങ്ങളുണ്ട് അവിടെ. ഇതിൻ്റെയൊക്കെ മറ്റ് വന്യമൃഗങ്ങളും വന്ന് ആക്രമിക്കുന്ന ഇതൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ജനങ്ങൾ ഒരു ഭീതിയുടെ നിഴലിൽ നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലപാടുണ്ട്, ഈ രാജ്യത്തുള്ള നിയമങ്ങൾക്കനുസൃതമായിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്. ഇനി ആ നിയമത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര നിയമം, ആ നിയമത്തിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ, ഇവിടെ പ്രധാനം ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ജീവനും സ്വത്തിനും സുരക്ഷ എന്ന് പറഞ്ഞാൽ അവരുടെ കാർഷിക വിളകൾ അതിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെല്ലാം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം അത് പരിശോധിക്കുന്നതോടൊപ്പം ആ പരിശോധന പോലും നടത്തുന്നത് ആ പ്രദേശത്തെ ജനങ്ങളോട് കൂടെ ഇരുന്നു കൊണ്ടായിരിക്കും. കാരണം പ്രാദേശികമായുള്ള ആ മനുഷ്യർക്ക് അവർക്ക് തന്നെ ഒരുപാട് അവരുമായി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഈ വിഷയങ്ങൾക്കെല്ലാം പ്രായോഗികമായ പല നിർദ്ദേശങ്ങളും ഈ വിഷയം പരിഹരിക്കുന്നതിന് അവർക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ അവരോടൊപ്പം ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒരുമിച്ച് നിന്ന് ഈ വിഷയങ്ങളിൽ പരിഹാരം കാണുകയും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം. ഈ കർഷക വിഷയങ്ങളിലൊക്കെ കൃത്യമായ രീതിയിൽ സഭ നിലപാടുകൾ, ഈ റബ്ബർ വിഷയത്തിൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെയൊക്കെ ഒരു വിമർശനമുണ്ടായ സാഹചര്യമുണ്ട്. ഈ വന്യജീവി ആക്രമണത്തിൽ സഭാ നേതൃത്വം തന്നെ തലശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ സഭയുടെയൊക്കെ നിലപാട് വയനാട്ടിൽ ഒരു പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഇപ്പോൾ സർക്കാരിനെതിരെയും, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കുമോ? അല്ല, ഈ വയനാട്ടിലേതെന്ന് മാത്രമല്ല, എവിടെ കാർഷിക മേഖലയിൽ തകർച്ച ഉണ്ടാകുമ്പോഴും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിയുമ്പോഴും അതുപോലെ ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മാത്രമല്ല അത് ബാധിക്കുക, അത് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. അപ്പം സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള നിശ്ചിതമായ വിമർശനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത്. വിമർശനങ്ങൾക്കൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതീതരല്ല. അപ്പോൾ അത്തരം വിമർശനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് ഒരു പ്രതികരിക്കുന്ന ജനത എന്ന് പറയുന്നത്. അതിനെ ഒന്നും അത്ര എന്താണ് പറയുക, അതുകൊണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണെന്നോ അവർ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണെന്നോ എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള, പക്ഷേ അവരുടെ ആ യഥാർത്ഥ പ്രശ്നങ്ങൾ ഗൗരവത്തിലെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. അപ്പോൾ ആ നിലപാടിനോടൊപ്പം നിൽക്കുന്ന ആളാണ് ഞാനും. അതിൽ ഈ ജനത്തോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള വഴികൾ ആലോചിക്കുന്നതിന്, അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നതിനുള്ള ശ്രമമുണ്ടാകും. എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വയനാട്. ആ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാനും ഒരു വിജയം നേടാനുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിലും ആനിരാജ പങ്കുവെക്കുന്നത്. എന്തായാലും ഒരു മികച്ച വിജയം വയനാട്. അതിലൊരു വിഷയമുണ്ട്. മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും, അത് ഇടതുപക്ഷത്തിൻ്റെ ആയാലും UDFൻ്റെ ആയാലും എല്ലാ സ്ഥാനാർത്ഥികളും അതുപോലെ എല്ലാ മണ്ഡലങ്ങളും അത് സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസികൾ തന്നെയാണ്. കാരണം ഇവിടെ സ്റ്റാർ ആരാണ്? വോട്ട് ചെയ്യുന്ന വോട്ടർമാരാണ്. അവർ വോട്ട് ചെയ്തെങ്കിലേ ഈ മത്സരിക്കുന്നവർക്ക് ജയിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ മണ്ഡലവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അതേ ഈ കേരളത്തിൽ നല്ല ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായ തിരഞ്ഞെടുപ്പ് എവിടെയൊക്കെ നടക്കുന്നു ആ മണ്ഡലങ്ങളൊക്കെ തന്നെയും, അത് അസംബ്ലിയിലേക്കായിക്കോട്ടെ, പഞ്ചായത്തിലേക്കായിരുന്നാലും പാർലമെൻറ്റിലേക്കായിരുന്നാലും, ആ ഓരോ മണ്ഡലങ്ങളും വാർഡുകളും സ്റ്റാർ തന്നെയാണ്. അതല്ലാതെ അവിടെ ആരെങ്കിലും മത്സരിക്കുന്നു അതുകൊണ്ട് അത് സ്റ്റാർ ആവുന്നില്ല. എന്തായാലും ആ പറഞ്ഞ നിലപാട് തന്നെയാണ് വളരെ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയവും. കാരണം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ല, രാഷ്ട്രീയ നിലപാടുകളാണ് തിരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത്. ആ രാഷ്ട്രീയം കൃത്യമായ രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം വയനാട് ചർച്ചയാക്കുകയും അതിൽ വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വയനാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനിരാജ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചത്തിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.